വണ്ടി എടുക്കുന്നതിന് മുമ്പ് നൈസായിട്ട് നമ്മളിത് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. ഇത് നൈസായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്താൽ നല്ല തിളക്ക സാധനം വരും. ഇവിടെ CNG അടിക്കാൻ വന്ന കേട്ടോ. CNG അടിക്കാൻ അത്യാവശ്യം ചെറിയ എത്ര ലൈനുണ്ടോ. അങ്ങനെ നമ്മൾ കുറേ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ രാമേശ്വരം കഫേ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. ഇവിടെ രാത്രി നമ്മുടെ ഇപ്പോൾ 11:45 ഒരു തിരക്കാണ് കേട്ടോ കാണുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ കാർ എടുത്തിട്ട് ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എന്താണെങ്കിലും വണ്ടിയൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് നമ്മൾ എന്തെങ്കിലും ഐശ്വര്യമായിട്ട് ഓട്ടം തുടങ്ങുന്നത്. ഇപ്പോൾ രാവിലെ അല്ല ഗൈസ്, ഉച്ചയ്ക്ക് ഒരു 1:30 ആയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ എന്താണെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറും കൂടെ കുറച്ച് വൃത്തിയാക്കണം. വണ്ടി പുറമൊക്കെ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിക്ക് അകത്ത് കയറാം ഗൈസ്. അയ്യോ, ഇൻറ്റീരിയറൊക്കെ നമുക്ക് പൊടി അടിച്ചിരിക്കുന്ന എല്ലാം ഫുള്ള് കഴുകി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. സംഭവം നമ്മൾ കഴുകിയിട്ടും വരാം. വണ്ടി എടുക്കുന്നതിന് മുമ്പ് നൈസായിട്ട് നമ്മളിത് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. ഇത് നൈസായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്താൽ നല്ല തിളക്ക സാധനം വരും. അപ്പോൾ ഇത് നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തുണിയുണ്ട് അത് വെച്ച് തുടയ്ക്കുക. വണ്ടി നല്ല ജില്ലെന്നിരിക്കും. നമ്മൾ വണ്ടിയെല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഊബറിൽ ഫസ്റ്റ് ഇപ്പോൾ തുടക്കണമെന്നാണ് കേട്ടോ നമ്മുടെ ഒരു പ്ലാന്. സംഭവം ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. രാത്രിയിൽ ഒരു 10-12 മണി വരെ ഓടണമെന്നാണ് ഗൈസ് പ്ലാൻ. രാവിലെ നമ്മൾ എന്താണെങ്കിലും ഉച്ചയ്ക്ക് 11 മണിയായി എണീച്ചപ്പം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, അവിടെ പോയി 2 ആഴ്ചയായി വീഡിയോ കണ്ടിട്ടുന്നത്. ആക്ച്വലി ഞാൻ 2 ആഴ്ചത്തേക്ക് നാട്ടിലൊന്ന് പോയതായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു ഗൈസ്. എൻഗേജ്മെൻറ്റിന് പോയി പിന്നെ അവിടെ നിന്ന് നമ്മൾ വാഗമണ്ണ്, ഇടുക്കിയൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കിടുക്ക് വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണുക കേട്ടോ. അപ്പം ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഊബറിൽ നിന്ന് വണ്ടി എടുത്തിട്ട് എനിക്ക് വേറൊരു ചെറിയ ഇടങ്ങേറ് കിട്ടിയത് ഒരു പോസ്റ്റ് കിട്ടി ഗൈസ്. സംഭവം അതിൽ PCC ചോദിച്ചു. എനിക്ക് നേരത്തെ എപ്പോഴോ നമ്മുടെ പേരിൽ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഊബറിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ PCC വേണം. എൻ്റെ FIR എഴുതിയ കേസ്, എൻ്റെ പേരിൽ എന്തോ ഒരു പെറ്റി കേസ് പണ്ട് എനിക്കൊന്ന് പ്രായപൂർത്തിയാവാതെ പോലീസ് പിടിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, ലൈസൻസ് ഇല്ലാത്തതിന്. അപ്പോൾ പിടിച്ചോ അതോ ഹെൽമെറ്റ് ഇല്ലാതെ ട്രിബിൾസ് വെച്ച് അങ്ങനെ കുറച്ച് പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിലേതോ ഒരു കേസ് അവിടെ മെയിൻ ഒരു കേസായിട്ട് കിടപ്പുണ്ടായിരുന്നു. എന്നെ ഇടങ്ങാറാന്ന് നോക്കണേ. 500 രൂപയുടെ പെറ്റി കേസ്. അതിന് ഞാൻ പോയിട്ട് 700 രൂപ കൊടുത്ത് PCC എടുത്ത് കൊണ്ടുപോയിട്ട് ഊബറിൻ്റെ ഓഫീസിൽ കൊടുത്തപ്പോഴാണ് അത് ശരിയായത്. എന്നെ ഇടങ്ങാറാന്ന് നോക്കണേ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടി. അപ്പോൾ ആരും കേസും കാര്യങ്ങളും ഒന്നും വരാതെ നോക്കുക. ചെറിയ കേസ് വന്നാൽ തന്നെ ഇടങ്ങാറാണ്. അപ്പം വലിയ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ പോയി, അത്രേ ഉള്ളൂ. അപ്പം ഇന്നെന്താണെങ്കിലും നമ്മൾ ട്രിപ്പ് തുടങ്ങാൻ വേണ്ടി പോവാണ് കേസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഊബറും എടുക്കാം. ഊബർ എടുത്തിട്ട് നമുക്ക് ഇവിടെ കേസ് നമ്മൾ ഫോൺ വെക്കാനുള്ള സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വണ്ടിയിൽ സ്മെല്ല് വരാനുള്ള കിടുക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. വണ്ടിയിൽ കയറുന്ന പാസഞ്ചർ ഇമ്പ്രസ് ആവണം, അതന്നെ, അത്രേ ഉള്ളൂ. പിന്നെ വണ്ടിയൊക്കെ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കാൻ നോക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേസ്. സംഭവം ഓക്കെ. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു സ്പീക്കറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് റെഡിയാക്കണം. ഓറാണ് ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിൽ സ്പീക്കർ ഇല്ല. അപ്പോൾ ഞാനെന്താണെങ്കിലും ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണെങ്കിലും വണ്ടി ഇവിടുന്ന് എടുത്ത് ഇറങ്ങാൻ പോട്ടോ. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എന്താണെങ്കിലും ബ്രൂക്ക് ഫീൽഡിന് വിട്ടുപോകാം ഗൈസ്. ബ്രൂക്ക് ഫീൽഡിൽ നമുക്ക് നല്ല ട്രിപ്പ് അടിക്കാൻ ഉച്ച സമയത്ത് ഒരു ഇച്ചിരി, സാധാരണ വൈകുന്നേരം രാവിലെ എപ്പോഴും ചെറുപറ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഉച്ച സമയത്ത് ചിലപ്പോൾ ട്രിപ്പ് വരാൻ കുറച്ച് ലാഗ് വരും കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ. അപ്പോൾ നമ്മളെന്താണെങ്കിലും ബ്രൂക്ക് ഫീൽഡിന് പോകും. അപ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്ക് ട്രിപ്പ് അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വണ്ടി തിരിയട്ടെ, പോട്ടെ. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടേക്കാം, അതല്ലെങ്കിൽ എല്ലാം അടിച്ചുകൊണ്ടിരിക്കും. ഗൈസ്, ഞാനും നിൽക്കുന്ന സ്ഥലം ഇതാട്ടോ, മാരിഗോൾഡ് ബാർ ആൻഡ് പബ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ PGയും കാര്യം. ഗൈസ്, നേരത്തെ നമ്മുടെ ബ്ലൂ സ്മാർട്ടിലെ സിട്രോൺ പോകുന്നു. അത് കാണുമ്പോൾ ഒരു ഇമോഷനാണ്. ആഹാ ഗൈസ്, ഇതാട്ടോ നെല്ലൂർ ഹള്ളി ഇവിടെയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് 2-3 എണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് നെല്ലൂർ ഹള്ളി വൈദേഹി കോളേജിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. ഇതുവരെ ഓട്ടോ ഒന്നും വന്നില്ലല്ലോ ഗൈസ്. സംഭവം ഞാൻ കുറച്ച് ദിവസം ഇല്ലേ നാട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കമൻറ്റിൻ്റെ അടിയിൽ എന്തൊക്കെയൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, ബ്ലൂ സ്മാർട്ട് പൂട്ടിച്ച പോലെ ഞാൻ ഇതേ ഊബറും പൂട്ടിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഗൈസ് ബ്ലൂ സ്മാർട്ട് പൂട്ടിയത്. ആ കമ്പനി എന്തോ അത് പരിപാടി കാണിച്ചു, എന്തോ കള്ളത്തരം കാണിച്ചു, ഗവൺമെൻറ് അത് തൂക്കി കമ്പനി പൂട്ടിച്ചു. അത് എൻ്റെ തലയ്ക്ക് വെക്കാൻ നോക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് പോലും കമ്പനി പൂട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഓരോ തെണ്ടികൾ, എന്തൊക്കെ തരം വെറൈറ്റി കമൻറ്റുകളാണ് ഗൈസ്. അമ്മേ ഗൈസ്, പിന്നെ നമ്മുടെ ഈ വണ്ടി വരുന്നത് CNG കേട്ടോ. നമുക്ക് ബാംഗ്ലൂർ CNG അടിക്കണം. മിക്ക പമ്പിലും പോയി കഴിഞ്ഞാൽ എന്നെ ക്യൂ എന്നറിയോ ഗൈസ്.
CNG അടിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അരമണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനിനിയിപ്പോൾ CNG അടിക്കാൻ പോകുമ്പോൾ ചില പമ്പിലൊക്കെ പോകുമ്പോൾ നേരെ നമ്മൾ തന്നെ കയറി അടിക്കുക. ചില പമ്പിലൊക്കെ വലിയ ക്യൂ ആയിരിക്കും CNG അടിക്കാൻ വേണ്ടി. 2 വണ്ടി വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് പോയിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇനി CNG അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം, CNG അടിക്കുന്നിടത്തെ അവസ്ഥ എന്താണെന്ന്. നമുക്ക് ബ്രൂക്ക്ഫീൽഡ് പോകാൻ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ടുണ്ട്. ഷോർട്ട് കട്ട് കയറി പോകും കേട്ടോ. ഇവിടുന്ന് ഒരു ചെറിയ പാടം പോലത്തെ സ്ഥലമൊക്കെ ഉള്ളൊരു വഴിയുണ്ട്. അതിൽ കൂടെ നമുക്ക് കയറി വിട്ട് നേരെ ബ്രൂക്ക്ഫീൽഡ് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും ടക്കടക്കേന്ന് ഓട്ടം വരും. പോകോ? അയ്യോ ഗൈസ്, പാളിയല്ലോ. വെള്ളം വണ്ടി മാറടാ പുള്ളടി തെണ്ടികളെ, നമുക്ക് ഇടിച്ച് കയറ്റി അങ്ങോട്ട്. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഇങ്ങനെ കേട്ടോ, തോന്നിടത്തോടൊക്കെ തോന്നുന്നതും കയറ്റുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് റൂളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ നടക്കൂല, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യാം, അത് നമ്മൾ കരുതിയിരിക്കാം. ഇപ്പോൾ ഇതിൽ തട്ടിലും മുട്ടലും വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുമോ എന്തോ ഗൈസ്. പിന്നെ നിങ്ങൾ ഊബർ ബാംഗ്ലൂർ ഓടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് കാരണം എനിക്കൊരു ഐഡിയ ഇല്ല. ഇതെന്താ ഗൈസ്, ഊബറിൻ്റെ ആപ്പ് ഓഫായിട്ടിരിക്കുകയാണോ? ഓട്ടം വരുന്നില്ലല്ലോ. സാധാരണ ഇങ്ങനെ അല്ലല്ലോ, ടക്കേന്ന് വരേണ്ടതാ. ഒരു ദിവസം നമുക്ക് ആവറേജ് ഒരു 2,500 3,000 ആഞ്ഞു പിടിച്ചാൽ മാത്രം 3,500 എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൈസ് ഇവിടെ കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ? ഓ കൊള്ളല്ല, അതിൻ്റെ അകത്ത് നിറയ്ക്കാലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്ന് അതൊക്കെ കണ്ട് കാഴ്ച നല്ലൊരു എന്തോ ഒരു കൃഷി ചെയ്യുന്ന സാധനം കേട്ടോ, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബ്രൂക്ക്ഫീൽഡിന് പോവാം, പോട്ടെ. ഈ വഴിയൊക്കെ ഇപ്പം നമുക്ക് ഏതാണെങ്കിലും ഏകദേശം ഐഡിയ ആയി, എങ്ങോട്ടൊക്കെ പോകണോ എങ്ങനെ പോകണമെന്ന്. ആദ്യമൊക്കെ ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു. ഒരു മച്ചാൻ നിന്ന് മൂത്രം ഒഴിക്കുന്നു, കള്ളപ്പാട്ടി. ഗൈസ് ആരോ വിളിക്കുന്നു. ഹലോ പറഞ്ഞോ. ഏതാപ്പാ ബ്രോ? അതിനകത്ത് നമുക്ക് ഇത് ചെയ്യുമ്പോഴേ നമ്പർ കൊടുത്തു, OTP വന്നു. അത് ഡെയിലി മന്ത്ലി വീക്ക്ലി 3 ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഡെയിലി കൊടുക്കുമ്പോ പ്രൊസീഡ് ഓപ്ഷൻ വരുന്നില്ല. പ്രൊസീഡ് ഓപ്ഷൻ വരുന്നില്ലേ? അല്ല, അത് ഒരു ദിവസം എടുക്കും ബ്രോ പ്രോസസ്സിങ്ങിന്. എങ്ങനെ പ്രോസസ്സിങ്ങിന് ഒരു ദിവസം എടുക്കും? ഇന്നാണോ ചെയ്തേ? അല്ല, അത് മൊത്തം ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്പർ അടിച്ച് OTP അടിച്ച് ലോഗിനായി. OTP വന്നു. ഇപ്പൊ ഫസ്റ്റ് പിന്നെ വരുന്ന സെക്കൻഡ് ഇതായിട്ട് വരുന്നത് ഡെയിലി മന്ത്ലി ഇതെന്ന് പറഞ്ഞ 3 ഓപ്ഷനാ വരുന്നത്. ഡെയിലി മന്ത്ലി വീക്കിലി എടുക്ക്. വീക്കിലി കൊടുക്ക്. അല്ലല്ല, ഡെയിലി കൊടുക്ക്. ഡെയിലി ഡെയിലി കൊടുത്ത് താഴെ പ്രൊസീഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ബ്ലർ ആയിട്ടാ കാണിക്കുന്നത്. മറ്റേ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾ അത് ഒരു ദിവസം എടുക്കും പ്രോസസ്സിങ്ങിന്. ആണോ? അപ്പൊ ആ പ്രൊസീഡ് ഒരു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതെ. ഓക്കെ, അങ്ങനെ. ഓക്കെ, ഞാൻ തന്നെ ഇപ്പൊ ഓൾറെഡി അവിടെ ബൻസംഗറിയില് കയറാൻ വേണ്ടിട്ടായിരുന്നു. സൺഡേ സാറ്റർഡേ എനിക്ക് ആ സമയത്ത് ഇത് ഓടാൻ ഓർത്തോണ്ടായിരുന്നേ. ഓക്കെ, നമുക്ക് അപ്പൊ ഇതിന്റെ അകത്ത് സൈറ്റിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്ന്. വേണ്ട, വിസിറ്റ് ചെയ്യണ്ട. അത് ഓൺലൈൻ ഒന്ന് കൊടുത്താൽ മതി, അത് ശരിയായിക്കോളും. അഥവാ അത് ശരിയായില്ലെങ്കിൽ അതിലൊരു ഇഷ്യൂ രജിസ്റ്റർ ചെയ്താൽ മതി. ഓ ഗൈസ്, ഒരു മച്ചാൻ വിളിച്ചു. പുള്ളിക്ക് നമ്മുടെ ഇതേപോലെ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ബാംഗ്ലൂർ സ്റ്റുഡൻ്റാണ്. ഡ്രൈവിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഡ്രൈവിൻ്റെ ഞാൻ വീഡിയോ ചെയ്തത് അത് പലതും പല സ്കീമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ കയറുമ്പോൾ വിചാരിക്കും ഇതിൽ ഭയങ്കര എമൗണ്ട് നമുക്ക് കുറവാണ് കിട്ടുന്നതെന്ന്. പക്ഷേ അത് നമ്മുടെ ആപ്പ് ഫ്രീ റീചാർജ് ആണെങ്കിൽ ആ ആപ്പ് നമ്മൾ ഓടുന്നതിൻ്റെ കുറേ കമ്മീഷൻ എടുത്തുകൊണ്ട് പോകും. അത് നമ്മൾ മാസം 1,200 അത്ര എന്തോ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ ആപ്പ് പിടിക്കില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം ഓടുവാണെങ്കിൽ എപ്പോഴും റീചാർജ് ചെയ്തിട്ട് ഓടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു സാധനം, അത്ര ഞാൻ അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചുള്ളൂ. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആന്ധ്ര ട്രിപ്പ് ആയിരുന്നു കേട്ടോ, 2 ദിവസത്തെ. അതിൻ്റെ വീഡിയോകൾ നമ്മൾ വഴിയേ ചെയ്യുന്നത്. ആ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനൊരു നേരം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പം നമ്മൾ നെല്ലൂർ ഹള്ളി എത്തി ഗൈസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് വന്നിട്ടുള്ളത് KR പുരത്തേക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന്. ഒരു 200 സംതിങ്ങിൻ്റെ ചെറിയ ട്രിപ്പാണ്. 200 സംതിങ്ങിൻ്റെ ഗൈസ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഊബറിൽ 1000-ൻ്റെ ഒക്കെ ട്രിപ്പ് വരണമെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്ക് ബ്ലൂ സ്മാർട്ടിൽ എപ്പോഴും ചെറുപറ എയർപോർട്ട് കിട്ടിയ പോലെ ഇതിൽ അങ്ങനെ എയർപോർട്ട് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട് കുറച്ച് ദിവസമായിട്ട് ഓടുന്നുണ്ടായിരുന്നു, അവൻ പറഞ്ഞത്. എയർപോർട്ട് നമുക്ക് വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ. പിന്നെ ഗൈസ് ഇത് കുറച്ച് വെക്കണമല്ലോ ഗൈസ്. നിങ്ങൾക്ക് ഈ ഫോൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമ്മൾ മാറ്റി വെക്കാം അടുത്ത ദിവസം തൊട്ട്.
നിങ്ങളെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുന്ന പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് വീഡിയോ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് വ്യൂവിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളത് അവിടെ നിന്ന് പറിച്ച് കളയാൻ മാറ്റി വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്താണെങ്കിലും 2 കിലോമീറ്ററാണ് പിക്കപ്പ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് 4 മിനിറ്റിൽ അവിടെ എത്തും കേസ്. ഇപ്പോൾ ഉച്ചയായതിനെ കൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഇല്ല. പക്ഷേ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് ബ്രൂക്ക്ഫീൽഡിന് ട്രിപ്പ് എടുക്കാൻ വന്നതാണ്. നമുക്ക് പിക്കപ്പ് വീണ്ടും നമുക്ക് റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ വന്ന് 2 കിലോമീറ്റർ തിരിച്ച് നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു മര്യാദയ്ക്ക്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് KR പുരത്ത് ഇവിടെ നിന്ന് നമുക്ക് ട്രിപ്പിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ട് ഒരു 12 കിലോമീറ്റർ കേട്ടോ. 12 കിലോമീറ്ററാണ്. 200 എത്രയാണെന്ന് ഞാൻ മറന്നു പോയി. അവിടെ എത്തിയിട്ട് ട്രിപ്പ് എൻ്റെ ആയിട്ട് ഞാൻ എത്ര രൂപയാണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു 10,000 രൂപയ്ക്കെങ്കിലും ഓടണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ രാത്രിയിലായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങും. ഇവിടെ ഇടയ്ക്ക് നമുക്ക് ഒരു പോസ്റ്റ് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ മാർത്തഹള്ളി ബലണ്ടൂരൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ട്രാഫിക്കിലങ്ങ് കുടുങ്ങും കേസ്. പിന്നെ നമ്മൾ ഡാർക്കായിരിക്കും. പിന്നെ നമ്മൾ നോക്കി നോക്കാം എന്താ അവസ്ഥയെന്ന്. നമുക്കിങ്ങനെ ഓടി നോക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുന്നത്. മാറിയിരിക്കാം എൻ്റെ പൊന്നു ചേച്ചി. പാസഞ്ചേഴ്സ് മലയാളി ആയിരിക്കും എന്തോ ഇതിൽ. പിന്നെ നമ്മുടെ ഗേസ് പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പ്രീമിയം ടാക്സി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ കയറുന്ന പാസഞ്ചേഴ്സ് ഒന്നും മിണ്ടൂല. അവർ നേരെ ഒരു ലാപ്പുമായിട്ട് കയറും. അത് പക്ഷേ എനിക്കതായിരുന്നു ഇഷ്ടം. നമുക്ക് എപ്പോഴും എല്ലാം വലിയ വലിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രം ട്രിപ്പിങ്ങിന് ഒരു അടിപൊളി ആൾക്കാർ. ഒരു ഒറ്റ സിംഗിൾ പാസഞ്ചർ വരും, അവരൊന്നും മിണ്ടൂല. നേരെ ലാപ്പിൽ കളിച്ചിട്ട് ബാക്കിലിരുന്നോളും. അവരെ നമ്മൾ ഇറക്കി വിടും, താങ്ക് യു പറയും, പോകുക. അന്തസ്സ്. അതൊരു സെറ്റപ്പായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറുന്ന പാസഞ്ചേഴ്സൊക്കെ അടിച്ച് കയറി നമ്മുടെ അടുത്ത് മിണ്ടും. പിന്നെ ചിലപ്പോൾ 3-4 പാസഞ്ചേഴ്സൊക്കെ വരും. എനിക്കതൊന്നും അങ്ങനെ അത്ര പിടുത്തമില്ല. മറ്റേതിൽ നിന്ന് നമുക്ക് മറ്റേൻ്റെ ആ ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല. എന്നാലും ഓക്കെ അത് തന്നെ. പിന്നെ അത് ഇലക്ട്രിക് കാറും കൂടെ. നേരത്തെ നമ്മൾ പ്രീമിയത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് അല്ലായിരുന്നു. MGയിലൊക്കെ നമ്മൾ വെച്ച് പൊളിച്ച് നടന്ന് നമ്മളിപ്പോൾ വാഗണർ. അപ്പൊക്കെ എനിക്ക് വാഗണർ കാണുമ്പോൾ പുച്ഛ വരുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മളത് ഓടിക്കുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. ഏത് മോഡ്? നേരത്തെ MGയിൽ നമ്മൾ ഇലക്ട്രിക്കിൽ പോകുമ്പം സെറ്റ് എല്ലാം വലിയ വലിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താജിലോട്ട് കിട്ടുക. അങ്ങനെ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ വണ്ടി കയറിപ്പോകാൻ പാടുള്ള സ്ഥലത്തു നിന്നൊക്കെ ഓട്ടം വരും. പിന്നെ കൂടുതലും മലയാളി പാസഞ്ചേഴ്സൊക്കെ പിള്ളേർ സെറ്റൊക്കെ മറ്റേ കോളേജ് പയ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചിൽ മൂഡിൽ അങ്ങനെ പോവാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. കയറുന്നവരൊക്കെ സംസാരിച്ചിരിക്കും. നമുക്കങ്ങനെ ഉറക്കം വരാതെ ബോറടി ഇല്ലാതെ ജില്ലെന്ന് പോവാം. മറ്റേത് പിന്നെ അവർ സംസാരിക്കില്ലായിരുന്നു. ഇത് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളപ്പോൾ പാസഞ്ചറെ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ KR പുരത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രിപ്പ് ഒരു 12 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. നമ്മൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് എടുത്ത് നേരെ KR പുരം വരെ ഏകദേശം ഒരു 12 കിലോമീറ്റർ, 270 രൂപ. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയാവാനായിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം ഇവിടെ അടുത്ത് കേരള റെസ്റ്റോറൻറ്റ് കേരള ഫുഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. അത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നേരെ ഫുഡ് കഴിക്കുക, എന്നിട്ട് അടുത്ത ട്രിപ്പ് എടുക്കുക. ഒരു 10,000-1500 ഓടണമെങ്കിൽ ഇതിൽ മിക്കവാറും രാവിലെ എണ്ണീച്ച് വരേണ്ടി വരും ഗൈസ്. എങ്കിലേ നടപടിയാവുള്ളൂ. നോക്കാം, നമ്മൾ വൈകിട്ട് എന്താണെങ്കിലും രാത്രിയിൽ എന്താണെങ്കിലും നോക്കി നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടോ. ഇപ്പോൾ ഊബറിൽ ഇങ്ങനെ ചറപറ ഓട്ടം വന്നുകൊണ്ടേ ഇരിക്കുന്നു KR പുരത്ത്. പക്ഷേ വിശക്കുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ എടുക്കുന്നുള്ളൂ. അത് അത്രയല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ KR പുരത്ത് നിന്ന് അടുത്തുള്ളൊരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം അവിടെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടാവുന്നതോ ഒരു കേരള മെസ്സ് എന്നാണ് കണ്ടത്. അപ്പം നമുക്ക് നല്ല ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഫുഡ് കഴിക്കൽ ടാസ്ക്കാണ് ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയിട്ട് മിക്കയിടത്തും പാർക്കിങ്ങിന് ഇടങ്ങേറാം. പിന്നെ നമ്മൾ പാർക്കിങ്ങിന് 2 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഏതെങ്കിലും അമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള. അത് കഴിച്ച് മടുത്ത്. അത് കഴിക്കേണ്ട അവസ്ഥയാവും. ഇന്ന് നമുക്ക് പാർക്കിംഗ് കിട്ടിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം എന്താവും അവസ്ഥയെന്ന്. ഇവിടുന്ന് ഇത് നമ്മൾ ഈ വണ്ടി ഇട്ട് ഒത്തിരി 8 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും കേട്ടോ. ചുമ്മാ നമ്മൾ കാലി ഒത്തിരി ഓടി കളിക്കാൻ പാടില്ല. കുറച്ചൊക്കെ ആവാവും. കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഇടങ്ങേറില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനം നമുക്ക് പേ ഔട്ട് വരുമ്പോൾ അറിയാം തെയ്യോ ഇല്ലെന്ന്. കഴിക്കാൻ പോകുന്ന അതിൽ എല്ലാം ഇട്ട് കൊടുത്താൽ മതി, വേറെ സീനില്ലായിരിക്കും. നോക്കി നോക്കാം എന്താവും അവസ്ഥയെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ 8 കിലോമീറ്റർ അടിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ ഹോട്ടൽ കാണൽ. കേരള ഹോട്ടൽ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി കൂടെ നമുക്ക് പോയി നോക്കാം. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. ഗൈസ്, ഇതാണ് KR പുരത്തിൻ്റെ അവസ്ഥ. അത്യാവശ്യം നീറ്റൊന്നും ഇല്ല. അതൊക്കെ ഫുള്ള് വൃത്തിയുള്ള സിറ്റി. 4 പശു, അതിൻ്റെ പശു തട്ടി
തട്ടിയില്ല. ഗൈസ്, ബാംഗ്ലൂർ നല്ല വൃത്തിയുള്ള ഏരിയ, വൈറ്റ് ഫീൽഡാണ് കേട്ടോ. പക്ഷെ കൂടുതൽ മലയാളീസ് നിൽക്കുന്നത് മടിവാളയാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ നല്ല കേരള ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ്. ഗൈസ്, ഇവിടെയാണല്ലോ നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ലല്ലോ. റെസ്റ്റോറൻ്റ് അവിടെ അങ്ങനൊരു സാധനം പോലും കാണുന്നില്ല. ഇവിടെ പോയി റെസ്റ്റോറൻറ്റ് പിന്നെ മുകളിലായിരിക്കുമോ? നമുക്ക് യൂട്ടേൺ എടുത്ത് നോക്കാം. അപ്പുറത്ത് ബാക്കായിരുന്നു എന്ന്. ഇവിടെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലം. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. യൂട്ടേൺ എടുക്കാം. Your destination is on the left. Your destination is on the left. ലെഫ്റ്റിൽ ബിവറേജ് മാത്രമേ ഉള്ളല്ലോ. ഓ ഗൈസ്, പണിവാളി നമ്മളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ബിവറേജ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. കേട്ടോ, നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന സ്ഥലം. അത്യാവശ്യം വലിയ സെറ്റപ്പാണല്ലോ കണ്ടിട്ട്. ഗൈസ്, ഇത് ചെറിയ വീട്ടിലെന്തോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താ ഇത് അങ്ങോട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മമ്മി, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്തോ. ഗൈസ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഊണ്, ഒത്തിരി വിപുല സമുഷ്ടമല്ല. പിന്നെ നമ്മളൊരു ലിവർ ഫ്രൈ മേടിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇതാട്ടോ ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ചെറിയൊരു വീട്ടിൽ നമ്മളുണ്ടാക്കുന്നു, ഫുഡ് ഉണ്ടാക്കി തരുന്നു. അത്ര മതിയല്ലോ, ധാരാളം. പിന്നെ സാമ്പാറും ഓരോരോ അതും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ തമിഴിൽ കഴിക്കട്ടെ. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കുന്ന ഇവിടുന്ന് ഒരു 1.6 കിലോമീറ്റർ 9 മിനിറ്റ് അവിടെ പോയിട്ടാണ്. ഒരു 200 സംതിങ്ങിൻ്റെ ട്രിപ്പ്. അപ്പോൾ എന്താണെങ്കിലും ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഓൺ ദ വെയിൽ കേട്ടോ. ഇടയ്ക്ക് നൈസ് ഒരു പണി കിട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായ കാരണം ഇനിയിപ്പോൾ ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വേണം അതിനകത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയോ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിപ്പ് പോയതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്ത് പെൻഡ്രൈവ് ഉണ്ട് ഗൈസ്. പെൻഡ്രൈവിൻ്റെ അകത്തോട്ട് കോപ്പി ചെയ്യും. അങ്ങനെയാണ് ഞാനിത് മാനേജ് ചെയ്യൽ. നമ്മുടെ iPhone 128 GB ആണ്. അത് വെച്ച് നമ്മൾ വ്ളോഗ് ചെയ്യൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും ടൈം എടുക്കട്ടെ. നമുക്ക് അങ്ങോട്ട് ആ റോഡാണ് പോകേണ്ടത്. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞ പാടെ തന്നെ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് നമുക്ക് ഇപ്പോൾ നമ്മളുള്ളത് HL കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് ഒരു 350 രൂപയുടെ. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പേ കിട്ടുന്നുള്ളൂ. അതേ ഉള്ള ഒരു അടങ്ങറ്. എനിക്ക് 1000 രൂപയുടെ 1200 രൂപയുടെയൊക്കെ ഇഷ്ടം. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് 5 മിനിറ്റ് ദൂരം. ഞാനെന്നാൽ പോയി പടപട പിക്ക് ചെയ്യട്ടെ. പടപട നമ്മളെ വെയിറ്റ് ചെയ്ത് പാസഞ്ചർ അവിടെ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് ഞാനിത് നിർത്തിയിട്ടിട്ട് കാര്യം പറയുന്നത്. നമ്മൾ പാസഞ്ചറെ എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് പാസഞ്ചറെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ. അത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അയ്യോ, ഇപ്പോൾ ഇവിടെ എന്ത് കാണിക്കുന്നത്? കുഴപ്പമില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് ആകെയുള്ളൊരു ടാസ്ക്, നമുക്ക് ഈ ഊബറിൽ നമ്മൾ ഓടുമ്പോൾ ബാംഗ്ലൂർ നമുക്ക് വ്ളോഗിങ്ങും പിന്നെ നമുക്ക് ഊബറും കൂടെ കൊണ്ട് നടക്കില്ല. ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. നേരത്തെ ഞാൻ ബ്ലൂ സ്മാർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരിടത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വിശദമായിട്ട് ആ അപ്പാർട്ട്മെൻറ്റൊക്കെ കാണിച്ചു തരത്തില്ലായിരുന്നു. ഇവിടെ ആ പരിപാടി നടക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോഴത്തേനും പാസഞ്ചർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതേ ഉള്ളൊരു പോസ്റ്റ്. കുഴപ്പമില്ല. അങ്ങനെ എന്നാലും ഓക്കെ പോട്ടെ. ഇനിയിപ്പം നമുക്ക് 4 മിനിറ്റും കൂടെ ഉള്ളൂ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ. അപ്പം ഞാൻ എന്താണെങ്കിലും വീഡിയോ കട്ട് ചെയ്യാം കേട്ടോ. ഈ പാസഞ്ചറെ ഇറക്കി വിട്ടു. ഇപ്പോൾ സമയം നമുക്ക് ഏകദേശം ഒരു സമയം എത്ര മണി ചെയ്യോ? സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ പാസഞ്ചറെ കൊണ്ട് എവിടെ പോകേണ്ടതെന്നൊന്നും നോക്കിയില്ല. ഓട്ടം വന്നപ്പോൾ നേരെ എടുത്തു. അപ്പോൾ നമ്മൾ പാസഞ്ചറെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പണ്ടറടങ്ങാൻ പുള്ളിക്കാർ പാസഞ്ചർ എടുക്കുന്നില്ല. എന്നെ ഇടങ്ങാറാണ് നോക്കണേ. നമ്മൾ ഈ ഒരു സ്ഥലത്താണ് വന്നത്. കുഴപ്പമില്ല, ഞാൻ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കേട്ടോ നമ്മൾ പാസഞ്ചർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം വൃത്തിയുള്ള കുഴപ്പമില്ലാത്തൊരു ഏരിയ. പക്ഷെ പാസഞ്ചർ എടുക്കുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് വിളിക്കുന്നു. ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ട്രിപ്പ് എടുക്കേണ്ടി വരുമെന്തോ. ഒരു 2-3 മിനിറ്റും കൂടെ നോക്കാം. ഈ വണ്ടി നമ്മൾ AC ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ AC ഇട്ടാണ് പോകുന്നത്. അതാണ് എനിക്കിഷ്ടം. എൻ്റെ വണ്ടിയെ കയറുന്ന പാസഞ്ചേഴ്സിൻ്റെ ഭാഗ്യം. ടിപ്പ് തരണ്ടേ? നമ്മൾ AC ഒരു നോൺ AC വണ്ടിയായിരിക്കും ബുക്ക് ചെയ്യുക. നമ്മൾ AC ഇട്ടാണ് പോകുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. അവർ എൻജോയ് ചെയ്യട്ടെ. ഇവിടെ പാസഞ്ചറെ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുള്ളീനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഈ ഒരു സ്ഥലത്താട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പം എനിക്ക് എൻ്റെ ക്ഷമ അവസാനിച്ച് കേസ്. ഇനിയിപ്പം നമ്മൾ റൈഡ് ക്യാൻസൽ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലായിരുന്നു നേരത്തെ. ഇതാണ് നമ്മുടെ വണ്ടി. ബോണറ്റ് തുറന്നിടക്കാണ്. നമ്മൾ രാവിലെ നല്ല വൃത്തിയാക്കി കഴുകിയതാണ്. ആണ് വണ്ടി. കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ കമ്പനിയുടെ ഏതാണ്ട് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ തന്നായിരുന്നു. അതൊന്നും ഞാൻ ഒട്ടിച്ചില്ല. ഇങ്ങനെ കാണുമ്പോൾ അല്ലേ വൃത്തിയുള്ളത്.
ഈ CNG എന്നുള്ള സ്റ്റിക്കർ പോലും എനിക്കിഷ്ടമല്ല. കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടെ, അറിയാതെ കുഴപ്പമില്ല. CNG ആണെങ്കിൽ ഈ CNGയുടെ നമ്മുടെ ഈ ക്യാപ്പില്ല ഗൈസ്, ഈ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. ഒരു പ്രാവശ്യം ഞാൻ CNG സ്റ്റേഷനിൽ ചെന്നിട്ട് ക്യാപ്പ് തുറന്നു, എന്നിട്ട് വണ്ടി കുറച്ചും കൂടെ മൂവ് ആക്കണമായിരുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി എന്ത് ചെയ്ത് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അവിടെ CNG അടിക്കുന്ന പുള്ളി വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗൈസ് നല്ലൊരു വണ്ടി കിടക്കുന്നു. ഏതാ മൂഡ്? അപ്പോൾ ഗൈസ് ഇത്ര നേരമായിട്ട് പാസഞ്ചർ വന്നില്ല, ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്യാം. പുല്ല് ഓട്ടോ ഇല്ലേ, എനിക്ക് വേണ്ട അവൻ്റെ ഓട്ടം. അഭിനവ് എന്ന് പറയുന്നവനാ, മലയാളിയാന്ന് തോന്നുന്നു, വേണ്ട. ഈ ക്യാൻസൽ ചെയ്ത പാടെ തന്നെ നമ്മളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേസ്. ആ റൈഡ് അത് കളഞ്ഞ പാടെ തന്നെ നമുക്ക് അടുത്ത റൈഡ് കിട്ടിയിട്ടുണ്ട് തൊട്ടപ്പുറത്തുനിന്ന്. പക്ഷേ 250 രൂപയുടെ മറ്റേ 350 ആയിരുന്നു. കുഴപ്പമില്ല, ഉള്ളതാട്ടെ. അയ്യോ, സീറ്റ് ബെൽറ്റിൻ്റെ പണി അടിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇടട്ടെ. അറിയോ? ഓക്കെ, ഐ ആം ഓൺ ദ വേ. തിരിയട്ടെ പ്ലീസ് കം ഗൈസ്. പാസഞ്ചർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, പടപടാ ചെല്ലാൻ. ശരി എന്നാൽ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രായമായിട്ടുള്ളൊരു ലേഡി കേട്ടോ. അപ്പം നമുക്ക് എന്താണെങ്കിലും പാസഞ്ചർ വരുന്നുണ്ട്, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇന്ദിരാനഗറാണുള്ളത്. ഇന്ദിരാനഗർ അത്യാവശ്യം ബ്ലോക്കൊക്കെയാണ്, ഇടങ്ങാറാണ്. ശരി എന്നാൽ അങ്ങനെ നമ്മുടെ ആ ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രിപ്പ് നമ്മൾ കൊണ്ടുവിട്ടത് ഇത് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. നമുക്ക് ഇതാണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഏത് സ്ഥലമാണെന്ന് ഞാൻ നോക്കട്ടെ. ഏതാണ് സ്ഥലം? ഗൈസ് ബാംഗ്ലൂർ പാലസിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ നമ്മൾ. ഇതൊരു വല്ലാത്ത സ്ഥലം. എനിക്ക് ഇവിടുന്ന് റൂമിലോട്ട് നല്ല ദൂരമുണ്ട്. കുഴപ്പമില്ല, ഇപ്പം അടുത്തോട്ടമൊന്നും നമുക്ക് എന്താണെങ്കിലും വന്നിട്ടില്ല. അതുവരെ നമുക്ക് ഇവിടുന്ന് ഓട്ടം കുറവുള്ള സ്ഥലമാണോ എന്തോ. സൈഡാക്കി നൈസായിട്ട് പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കാം, അത്ര തന്നെ. നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടെല്ലാം പോകണമെങ്കിൽ നമ്മളെ കുറച്ച് രാവിലെ ഇറങ്ങണം കേസ്. എന്നാലേ നമുക്ക് വ്ളോഗ് എടുപ്പും അതേപോലെ വ്ളോഗ് എടുക്കുകയും ഓട്ടോ ഓടുകയും ചെയ്യൽ നടക്കുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:30 ഇറങ്ങിയത്, രാത്രി ഒരു 10-12 മണി വരെ ഓടാൻ ഓർത്തു. പക്ഷേ അത് ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കൽ നടക്കില്ല. വെട്ടം കുറഞ്ഞാൽ പിന്നെ ഐഫോണിൻ്റെ ക്ലാരിറ്റി കിട്ടും, പക്ഷേങ്കിൽ അതിൻ്റെ നോർമൽ ക്യാമറയിൽ കിട്ടും. ഈ വൈഡിലാണ് ഞാൻ എപ്പോഴും എടുക്കുക. വൈഡിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖമില്ല. വൈഡ് അല്ലെങ്കിൽ ഓക്കെയാണ്. ഞാൻ മാക്സിമം നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് എന്താണെങ്കിലും നമ്മൾ എന്താക്കാം, ഡേ ടൈമിൽ പോവാം. വ്ളോഗ് എടുക്കുന്ന ദിവസം രാവിലെ ഒരു 8 മണി 9 മണി ആകുമ്പോൾ ഇറങ്ങാം, അത്രേ ഉള്ളൂ. എന്നാലേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുള്ളൂ. വ്ളോഗ് എടുക്കുകയും ചെയ്യാം. ഇത് ഊബറിൽ ടാസ്ക്കാണ്, രണ്ടും കൂടെ കൊണ്ടുപോകാൻ. വ്ളോഗ് എടുത്തിട്ട് നമ്മൾ ഊബർ ഓടൽ ടാസ്ക്കാണ്. ഇതിലിങ്ങനെ ഓട്ടം വന്നിട്ടേ ഇരിക്കും. പിന്നെ ചെല്ലുന്നു, പാസഞ്ചർ എടുക്കുന്നു, അടുത്തടുത്തായിരിക്കും. നമുക്കിങ്ങനെ പോയിൻ്റ് ഓഫ് വ്യൂ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സംഭവം തൊട്ടടുത്തായിരിക്കും ചിലപ്പോൾ ആ ഓട്ടം കിട്ടൽ. അപ്പോൾ അത് ടാസ്ക്കാണ്. പിന്നെ പാസഞ്ചറെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ വീഡിയോ എടുക്കാൻ കേട്ടോ. അത് നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ശ്രമിക്കാം. മിക്കവാറും മലയാളി പാസഞ്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് നെക്സ്റ്റ് വീഡിയോകളിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ക്യാരം മൊബിലിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ഓണർഷിപ്പിൽ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്, അതിൻ്റെ സ്കീമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെന്നും. അത് കറക്റ്റ് ടെക്നിക്കലി പറഞ്ഞു തരാൻ എനിക്ക് അത്രയ്ക്ക് നാക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കമ്പനിയിൽ ഒരു പുള്ളിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ മുമ്പിട്ട വീഡിയോയിൽ സംസാരിച്ച ബ്രോ ഇല്ലേ, പുള്ളി അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വണ്ടി സർവീസിന് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ദിവസം പോയാൽ മതി, പുള്ളി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ് തെറ്റിക്കുന്നില്ല, അത് കറക്റ്റ് പുള്ളിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണെങ്കിലും ട്രിപ്പ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഇതുവരെ ഒന്നും വന്നില്ല, 2 മിനിറ്റ് ആയില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രിപ്പ് നമുക്കൊരു 1 കിലോമീറ്റർ അപ്പുറം നിന്നാണ് പിക്കപ്പ്. സംഭവം 4 മിനിറ്റിലെത്തും. 1 കിലോമീറ്റർ അപ്പുറം. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഗൈസ്. ഈ സൗണ്ട് വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, ആ സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ അത് കുറച്ച് വെക്കാം ഗൈസ്. പിന്നെ ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നത് വ്യൂവിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അവിടെ നിന്ന് മാറ്റി വെക്കാം. ഈ ഒരു സെറ്റപ്പ്, ഈ ഫോൺ ഇവിടെ വെക്കുന്നത് ഇങ്ങനെ നല്ലത്. നമുക്ക് ഓട്ടം വരുമ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടങ്ങേറാണ്. നേരത്തെ ഞാനൊരു സാധനം വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് നോക്കി, പക്ഷെ അത് ഭയങ്കര ഇടങ്ങേറ്. ആ ഒട്ടിച്ചിട്ട് അത് ഇളക്കിയപ്പോൾ അതിൻ്റെ ഗം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അത് പോകുന്നില്ല. പാലസ് റോഡ്, അത് തന്നെ നമ്മൾ ബാംഗ്ലൂർ പാലസിൻ്റെ ഒക്കെ അവിടെയാണ്. എന്തൊരു സൗണ്ടാണിത്. സൈലൻ്റ് എവിടെ? ഓക്കെ, സൈലൻ്റ് കാണുന്നുമില്ലല്ലോ. പിന്നെ നോക്കാം, അവിടെ കിടക്കട്ടെ.
3 മിനിറ്റിലെത്തും, കുഴപ്പമില്ല. ഓ ഗൈസ്, ഇനി ഇപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ. നമ്മൾ വൈഡിലിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി വൈഡിലിട്ട് ഇച്ചിരിയും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലാരിറ്റി കിട്ടില്ല. നോർമലി ഞാനിപ്പോൾ ഇട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സൂം ചെയ്താൽ എന്താ ഗൈസ് അവസ്ഥ? നല്ല ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷെങ്കിൽ അത് എല്ലാം വ്യൂ തടസ്സപ്പെടും. അതൊരടങ്ങാറാ. വൈഡിലിട്ടെടുക്കുമ്പോൾ കലിപ്പില്ല, അത് കറക്റ്റായിട്ട് നേരം. അയ്യോ, വഴി തെറ്റിയോ? നല്ല ട്രാഫിക്കാണല്ലോ വൈകുന്നേരം. കുഴപ്പമില്ല. പിന്നെ ബെല്ലണ്ടൂരൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒട്ടും മൂവ് ആവില്ലായിരുന്നു. ഇവിടെ പിന്നെ മൂവ് ആവുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ നിന്നാണ് നമുക്ക് പിക്കപ്പ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, എന്തൊരു നല്ല സെറ്റപ്പുള്ള സാധനം. നല്ലൊരു BMW കാറൊക്കെ കിടപ്പുണ്ട്, കുഴപ്പമില്ല. പാസഞ്ചർ വന്നില്ല, വിളിച്ചു നോക്കണം എന്താ അവസ്ഥയെന്ന്. ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്തോ. നമുക്കൊരു കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടേക്കാം. ഒരു 3-4 മിനിറ്റ് നോക്കും, എന്നിട്ട് വന്നില്ലെങ്കിൽ പിടിച്ച് ക്യാൻസൽ, അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. സൂപ്പർ ബൈക്ക് കൊള്ളാമല്ലോ. ഇതിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ അവസ്ഥയെന്ന് അറിഞ്ഞൂടാ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതിൽ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചൊറയാന്ന് പറഞ്ഞു. ഊബറിൻ്റെ പ്രീമിയം, അത് കാരണം അതിൽ കയറിയില്ല. അങ്ങനെ ആണ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലം. ഓക്കെ. അയ്യോ, ഇപ്പോൾ ഫോണും കൊണ്ടാവും പോയതിന്. ഇവിടെയാണ് നമ്മൾ ട്രിപ്പ് എടുക്കാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഈ സമയത്ത് ഇത്ര ട്രാഫിക്കൊക്കെ ഇവിടെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ട്രാഫിക്ക് കുറവാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ആ ട്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത പാസഞ്ചർ ഈ വീട്ടിലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇവിടെ നിന്നൊരു ആ ട്രിപ്പ് കഴിയുന്ന ഇതെന്തൊരു ബ്രൈറ്റ്നെസ്സാണ്, ചുമ്മാ അല്ല കണ്ണിലോട്ട് അടിച്ച് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 3 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്താണെങ്കിലും പാസഞ്ചറെ പിക്ക് ചെയ്യാൻ പോകണം. ഇവിടെ നമുക്ക് അത്യാവശ്യം വഴി അറിയാത്ത സ്ഥലമാണ്. നമുക്കിനിയിപ്പം വഴി അറിയുന്നിടത്തോട്ട് പോവാം. നമുക്ക് ഈ ട്രിപ്പ് വരുന്നത് അശോക് നഗറിലേക്ക്. അവിടെ നമുക്ക് വഴി അറിയാം, അതുകൊണ്ട് ഇടങ്ങാറില്ല. നമുക്ക് അധികം ഐഡിയ ഇല്ലാത്തൊരു സ്ഥലമാണ്. വഴിയൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു, അവർക്കറിയാം. എൻ്റെ പനട പോയി എന്നെ നോക്കാൻ പോന്നെ. അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടി വരുന്നുണ്ട്, നമ്മുടെ വെട്ടം ഒക്കെ പോകാനായി. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ മാക്സിമം രാത്രിയിലെ ഷോട്ട് എടുത്ത് നോക്കട്ടെ, എന്താവും അവസ്ഥയെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മളെന്താണെങ്കിലും ഇനി നമുക്ക് ട്രിപ്പ് എടുക്കാൻ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. പാസഞ്ചർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലെന്ന് തോന്നുന്നു, വിളിച്ചൊന്നുമില്ല. ഇതിപ്പം നോർമൽ ക്യാമറയിൽ ഇങ്ങനെ ഇടുമ്പോൾ നല്ല വെട്ടമുണ്ട്, വൈഡിലിടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമില്ല. നമ്മുടെ അടുത്ത ട്രിപ്പ് ഇവിടുന്ന് കേട്ടോ. നമ്മൾ ട്രിപ്പ് എടുക്കുന്നു പോകുന്നു. നേരത്തെ പോലെ അല്ല കേസ്. ഇപ്പം വലിയ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഓട്ടം കിട്ടുന്നത് കുറവ്, കൂടുതലും ഇങ്ങനത്തെ സ്ഥലത്താണ് ഓട്ടം കിട്ടുന്നത്. നേരത്തെ നമുക്ക് എപ്പോഴും സ്ഥിരം കിട്ടുന്നത് പ്രസ്റ്റീജ്, ശോഭ, അതേപോലെ എംബസി എന്നൊക്കെ മാത്രം ഓട്ടം വരുള്ളായിരുന്നു. അത് പിന്നെ പ്രീമിയം ടാക്സി ആയിരുന്നു, ഇത് പിന്നെ നോർമലാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷേ അതായിരുന്നു അതിൻ്റെ ഒരു വൈബ്. ഇതിപ്പം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കേസ്. ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതിങ്ങനെ ഓഫായി കിടക്കുമ്പോൾ ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓഫ് ചെയ്തു ഓൺ ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടാണ് അത് തെളിഞ്ഞു വരും. ഇങ്ങനെ പെയ്യെ തെളിഞ്ഞു വരും. കൊള്ളാം, നല്ല സെറ്റപ്പല്ലേ. OnePlusൻ്റെ ഫോൺ നമുക്ക് ബ്ലൂ സ്മാർട്ട് ഗിഫ്റ്റ് ചെയ്ത ഫോണാണ്. ഇപ്പോഴും നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. ഏത് മോഡ് ഗസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പ് നമുക്കിവിടെ UB സിറ്റിയുടെ അവിടെ മാരിയറ്റ് ഹോട്ടലിലായിരുന്നു. അവിടെ നമ്മൾ പാസഞ്ചേഴ്സിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് വന്നു. അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു 6 മിനിറ്റ് ദൂരമുണ്ട് ഗേസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും പോകാം കേട്ടോ. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് ഈ സമയത്ത് കേട്ടോ. UB സിറ്റി, ഇത് UB സിറ്റി നമ്മുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഗേസ്, വിജയമല്യയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് വേറൊരു വീട് വെച്ചിട്ടുള്ളൊരു സംഭവമില്ലേ, അതാ ഇവിടെ കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടോ. അവിടെ ഞാൻ ഇടയ്ക്ക് വരലുണ്ട്. വിഷയ സാധനം ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു ബിൽഡിങ്. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസ്റ്റീജിൻ്റെ ആൾക്കാർ പുള്ളിയുടെ സ്ഥലമായിരുന്നു, അപ്പോൾ അവിടെ ഫ്ലാറ്റ് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു സംഭവമൊക്കെ ഓക്കെ, ഫ്ലാറ്റൊക്കെ നിങ്ങൾ വെച്ചു, പക്ഷേ അതിൻ്റെ പൊക്കത്ത് അതിൻ്റെ മണ്ടയ്ക്ക് പുള്ളിക്ക് വീട് വേണമെന്ന്. പുള്ളി തമാശയ്ക്ക് പറഞ്ഞാൽ, പക്ഷേ പ്രസ്റ്റീജുകാർ സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ സാധനം വെച്ച് കൊടുത്തു, വിഷയ സാധനം കേട്ടോ. പക്ഷേ പുള്ളിക്ക് അതിൽ താമസിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് പറഞ്ഞു ലണ്ടനിൽ വിട്ടു. പുള്ളി അവിടെ ചില്ലിങ്ങാണ്, കുഴപ്പമില്ല. പക്ഷെ കാണാൻ രസമുണ്ട്. ഇപ്പം നേരത്തെ അതെവിടെ നിന്നാലും ബാംഗ്ലൂർ കാണാം, നല്ല ഹൈറ്റിൽ ഉള്ളൊരു സംഭവം. നേരത്തെ എൻ്റെ ഇവിടുന്നൊരു 6-7 കിലോമീറ്റർ അപ്പുറമായിരുന്നു എൻ്റെ റൂമുണ്ട്. അവിടെ ആ റൂം ഒരു ഹൈറ്റുള്ള സ്ഥലത്ത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ, ഭയങ്കര ദൂരെ ചെറുതായിട്ട് ഈ സംഭവം കാണാമായിരുന്നു. ഇതിൻ്റെ മുകളിലൊരു നീല ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒത്തിരി കുറച്ചിൽ എന്താവുമോ എന്ന് അറിഞ്ഞുകൂടാ.
രാത്രിയിലത്തെ ഫുട്ടേജൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഇച്ചിരി സൂം ചെയ്ത് വെക്കാം കേട്ടോ. അത് സൂം ചെയ്ത് ഇപ്പം എങ്ങനെയുണ്ട് വിഷ്വൽ? നമ്മൾ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുക. എനിക്ക് ആ വീഡിയോ കാണാൻ കഴിയുന്നില്ല. അയ്യോ, ഈ ഫോണെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നിലത്തെ വണ്ടിയെ പോയി തട്ടാതെ നോക്കണം. 5 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ അവിടെ തന്നെ 5 മിനിറ്റ് നിന്ന്. എപ്പം അങ്ങ് എത്താനാണോ എന്തോ ആർക്കറിയാം. പിന്നെ ഇതിൽ കയറുന്ന പാസഞ്ചേഴ്സൊക്കെ സീനില്ല കേട്ടോ. അത്യാവശ്യം ഞാൻ വിചാരിച്ച പോലെ വലിയ ലോക്കൽ വള്ളിക്കെട്ട് പാസഞ്ചേഴ്സൊന്നും ഇവിടെ ഇതുവരെ വന്നില്ല. പിന്നെ നേരത്തെ നമ്മൾ പ്രീമിയം ടാക്സി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കയറുന്ന മലയാളീസ് പകുതി ഇംഗ്ലീഷും പകുതി മലയാളവും ആ ഒരു മൂഡായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് കയറുന്ന മലയാളീസൊക്കെ ഫുൾ മലയാളത്തിൻ്റെ ആൾക്കാരാണ്. നേരത്തെ നമ്മളിപ്പം നേരത്തെ ഇപ്പം ബ്ലൂ സ്മാർട്ടിൻ്റെ വണ്ടി വിളിക്കുമ്പോൾ അതിലെന്താ അവസ്ഥ? ഇതിൽ 200-ന് പോകുന്നിടത്ത് അതിൽ 400-നാണ് പോകുന്നത്. അപ്പോൾ അതിൽ കയറുന്നത് പകുതി ഇംഗ്ലീഷും പകുതി മലയാളവും സംസാരിക്കുന്ന മലയാളീസാണ്. ഇതിൽ ഫുൾ ഇംഗ്ലീഷ് ഫുൾ മലയാളം. അതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ ചില്ലായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ജില്ലെന്ന് പോവാം. പ്രീമിയത്തിലാണെങ്കിൽ അവർ ലാപ്പ് കളിച്ചുകൊണ്ടിരിക്കും. അയ്യോ പോലീസ് നിൽക്കുന്നു, ഞാൻ വീഡിയോ ഓഫ് ചെയ്യുമോ? അല്ലെങ്കിൽ പോലീസല്ല, UB സിറ്റിയിലെ സെക്യൂരിറ്റി ആണോ? റെഡി തെണ്ടികൾ. ട്രാഫിക് ആൻഡ് ഫ്യൂ മിനിറ്റ്സ് ഡിലേ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അതെങ്കിൽ ഓൺ ദ വേ കൊടുക്കാം. അതാ മൂഡ്. ശരി എന്നാൽ ഗൈസ്, ഞാൻ അവിടെ എത്തിയിട്ടും കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞ വീട്, അതിൻ്റെ മണ്ടയ്ക്കൊരു വീട് ഇരിപ്പുണ്ട്. ഫോക്കസ് ആവുന്നു. അതാണ് ഞാൻ പറഞ്ഞ വിജയമല്യയുടെ വീട്. ഏത് മോഡ്? കിങ്ഫിഷർ ടവർ. സെറ്റ് സാധനം. ഇവിടുത്തെ സെക്യൂരിറ്റികൾ കണ്ടിട്ട് പോലീസിനെ പോലുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് പകൽ കാണാൻ, ഇത് ഇച്ചിരി ദൂരെ നിന്ന് കാണാൻ വിഷയം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി പിക്കപ്പ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇതൊരു നല്ല താറൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കേട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഓട്ടം. പാസഞ്ചേഴ്സ് ഏതാണോ എന്തോ. താറ് പോയിട്ട് വേണം എനിക്ക് അപ്പുറത്തോട്ട് എടുക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ ഓടി ഇന്ന് കുറേ ഓടിയിട്ട് ഇപ്പം നമ്മൾ ചിക്കഗുബി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓടുന്നില്ലേ. സംഭവം ഓടി എൻ്റെ കുണ്ടിയെല്ലാം പോയിച്ച് കുണ്ടി ഒരു വഴിയായി. സംഭവം നമുക്കിപ്പം വൈറ്റ്ഫീൽഡ് ദൊടനെ കുണ്ടിയിലേക്ക് ഒരു ഓട്ടം വന്നു. ഞാനത് എടുത്തില്ല. നമ്മുടെ കുണ്ടി റെഡിയല്ല, പിന്നെ ദൊടനെ കുണ്ടിയിലേക്ക് ഓട്ടം പോന്നേ. അപ്പോൾ ഇനി എന്താണെങ്കിലും ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് നമുക്ക് പെയ്യെ ട്രിപ്പ് എടുത്ത് പോവാം. ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഉള്ളത് ചിക്കഗുബി. ഇവിടുന്ന് ഓട്ടം കിട്ടാൻ വെച്ചിട്ട് പോസ്റ്റുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ലൈറ്റായിട്ട് ഔട്ടറിലാണ് നമ്മളുള്ളത്. ആ MG റോഡ് ഇട്ട്, ഈ സമയത്തൊക്കെ MG റോഡ് ഇട്ട് 100-150 ഇട്ട് വട്ടത്തിൽ ഓടിക്കളിക്കുന്നതല്ലേ. ഞാൻ 350 കണ്ടപ്പോൾ ചാടിക്കറി എടുത്തതാണ്. പക്ഷേ സ്ഥലം നോക്കിയില്ലായിരുന്നു. ഇച്ചിരി ഔട്ടറിലോട്ട് വന്നു പോയി. കുഴപ്പമില്ല, നോക്കാം എന്താ പോകുന്നത്. ഇവിടെ ഒരു കോഫി കുടിക്കാൻ സൈഡാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കാൻ നിർത്തും. കുഴപ്പമില്ല, നല്ലൊരു സ്ഥലം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലം. പക്ഷേ ഇവിടെ നോട്ടം കിട്ടുന്ന കുറവാണെന്നാണ് പറഞ്ഞു കേട്ടത്. ആർക്കറിയാം എന്താവും അവസ്ഥയെന്ന്. എന്താണെങ്കിലും നമ്മൾ കോഫി വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചൂട് കോഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഫിയുടെ കൂടെ ഇനി നമുക്കൊരു സമൂസയും കൂടെ ആയിക്കഴിഞ്ഞാൽ കിടക്കുക. അപ്പം ഞാൻ എന്താണെങ്കിലും ഒരു സമൂസയും കൂടെ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്തോട്ടം വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. സംഭവം ഇതൊരു ഓട്ടം ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഓട്ടം വരുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഒരു 11 മണി ആകുമ്പോഴത്തേക്കും 11-12 മണി ആകുമ്പോഴത്തേക്കും നിർത്തണം ഗൈസ്. നമ്മൾ 10,800 രൂപ എന്തോ ആയിട്ടുള്ളൂ. ഒരു 2,500 മിനിമം ആക്കണം നാളെ. എന്നിട്ട് എന്താണെങ്കിലും ഗൈസ് ഇന്നൊരു 11 മണി ആകുമ്പോഴേ നിർത്തിയാൽ നാളെ ഒരു രാവിലെ 10 മണിക്കെങ്കിലും തുടങ്ങിയാലേ നടപടിയാവുള്ളൂ. ഇന്ന് ഞാൻ രാവിലെ എണ്ണീച്ചപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. എണ്ണീച്ചപ്പോൾ ലേറ്റായിട്ട് പിന്നെ വണ്ടിയും കഴുകി ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിരുന്നു. നാളെ തൊട്ട് നമുക്ക് സെറ്റാക്കണം. അതാണ് എൻ്റെ പ്ലാൻ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ വിചാരിക്കും, പക്ഷേ നാളെ തൊട്ട് എന്താണെങ്കിലും സെറ്റാണ് ഗൈസ്. പക്ക സെറ്റായിരിക്കും. നാളെ രാവിലെ ഒരു 10 മണിക്ക് എണീക്കുന്നു, വൈകിട്ട് വരെ 10 മണി വരെ ഓടുന്നു. അത്രേ ഉള്ളൂ. അത് ഏത് മൂഡ് ഗൈസ്. CNG ഇനിയും നമുക്ക് 4 ഘട്ട ബാക്കി. നമ്മളിപ്പോൾ CNG ഇപ്പം നമ്മൾ ഫുൾ ടാങ്കിൽ ഒരു 1,800 രൂപയ്ക്ക് ഓടി. ഇനി നമുക്ക് 4 ഘട്ടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ കുറച്ച് ഓടി കളിച്ചായിരുന്നു. ഇവിടെ നമുക്ക് കാറിൻ്റെ CNG അടിക്കാനുള്ളതുണ്ടോ? ഷെല്ലിൻ്റെ പമ്പിൽ CNG അടിക്കാനുള്ള ഇല്ല കേട്ടോ. നമുക്ക് CNG വരുന്നത് എല്ലാ പമ്പിലും ഇല്ല ഗൈസ്. കുറേ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ CNG അടിക്കുന്നിടത്ത് CNG എല്ലായിടത്തും ഇല്ല. ഇപ്പം നമ്മൾ CNG ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, എവിടെ വേണേലും ഓടിക്കളിക്കാം. ഇതിപ്പോൾ തീരത്തില്ല. ഇന്നിപ്പോൾ ഓടാനുള്ള CNG എന്താണേലും വണ്ടിയിലുണ്ട്. പിന്നെ പെട്രോള് പിന്നെ കളിക്കുന്നത് തീരുമെന്തോ. പെട്രോള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിയുമ്പോൾ അത് നേരെ CNGയിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഒരു ടിക്കുന്നൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും സംഗതി CNGയിലോട്ടായെന്ന്. അടുത്ത പമ്പ് CNG ഉണ്ടോ? അയ്യോ, ഓട്ടോ LPG ഉള്ളൂ. ഓട്ടോ LPGയും കാറിൻ്റെ CNG രണ്ടാണ് കേട്ടോ.
അത് നമുക്ക് സെറ്റാവൂല. അയ്യോ സിഗ്നൽ ഗ്രീനാണ്, അപ്പം കയറി പോവാം. പോട്ടെ ഗൈസ്, ഇതുവരെ ഓട്ടോ ഒന്നും വന്നില്ലല്ലോ. അത് അറിയിക്കണം അങ്ങോട്ട്. ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ക്യാമറയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ ഫൈനൊന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ട്രാഫിക്ക് നൈസായിട്ട് ജമ്പ് ചെയ്യലുണ്ട്, പക്ഷേ ഇതുവരെ ഫൈനൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ എന്താ അവസ്ഥയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ യെല്ലോ ബോർഡ് വണ്ടിക്ക് ഇവിടെ പോലീസ് അങ്ങനെ കൈ കാണിക്കൽ കുറവാണ്. വൈറ്റ് ബോർഡ് വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൈ കാണിക്കും. യെല്ലോ ബോർഡ് ആണെങ്കിൽ അവർ മാക്സിമം കൂടുതലും കണ്ണടച്ചു വിടും. പിന്നെ ഈ രാത്രിയിൽ ഈ ഊതിപ്പിക്കത്തില്ലേ, രാത്രി നമ്മൾ ഊതിപ്പിക്കുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ വണ്ടിയും പോലീസുകാർ കൈ കാണിച്ചിട്ട് ഊതിപ്പിക്കും. യെല്ലോ ബോർഡ് വണ്ടിയാണെങ്കിൽ ഇല്ല പൊക്കോ എന്നുള്ള ഇതിൽ കാണിക്കും. നമ്മളെ ഊതിപ്പിക്കലില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ, സംഭവം എന്താണെന്ന് അറിഞ്ഞൂടാ. വൈറ്റ് ബോർഡിലെല്ലാം ഊതിപ്പിക്കലുണ്ട്. പിന്നെ ട്രാഫിക്ക് ഇടയ്ക്ക് എനിക്ക് ഫൈൻ കിട്ടിയത് മറ്റേ വൺ വേ കയറിയതിനൊക്കെ ഫൈൻ കിട്ടിയിട്ടുണ്ട് 500 വെച്ച്. ഇപ്പോൾ പിന്നെ ഇവിടുത്തെ പോലീസുകാർ നല്ല മര്യാദ കേട്ടോ. ഞാൻ ബാംഗ്ലൂർ വരുന്ന സമയത്തൊക്കെ പോലീസുകാർ ഭയങ്കര വൻ സീനായിരുന്നു. ഇപ്പോൾ അവരുടെ എല്ലാം ദേഹത്തൊരു ക്യാമറ പോലൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്നോന്ന് അറിഞ്ഞൂടാ, ഫുള്ള് മര്യാദയാണ്. നേരത്തെയൊക്കെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെങ്കിൽ ഇവർ വടിയെടുത്തിട്ട് എറിയും. പിന്നെ ചുമ്മാ പിടിച്ച് അടിക്കുക, ലാത്തി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിന് അടിച്ച് ശരിയാക്കും. ഞാൻ എത്ര പ്രാവശ്യം ആൾക്കാരെ ഇട്ട് അടിക്കുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പം അതൊക്കെ അങ്ങനെ കാണൽ കുറവാണ്. പോലീസുകാരൊക്കെ അത്യാവശ്യം മര്യാദയ്ക്കാണ് ഇപ്പോൾ പെരുമാറുന്നത്. ബാംഗ്ലൂർ ഞാൻ വന്ന സമയത്തെ അപേക്ഷിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് അതിനേക്കാളൊക്കെ വൻ സീനാണെന്നാണ് ഇവിടെ അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നവർ പറഞ്ഞത്. ഇപ്പം വലിയ കലിപ്പില്ല. അവർ നമ്മൾ പോലീസ് പിടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് കാര്യം പറയും. ഇന്നയാണ് കാര്യം, ഫൈൻ അടയ്ക്കണം, 500 രൂപയാകും. മര്യാദയ്ക്ക് പറയും, ഫൈൻ അടച്ചിട്ട് റെസിപ്റ്റ് തരും. നേരത്തെ ഒരു പിടിക്കുമ്പോഴത്തേക്ക് ചുരുട്ടി അവരുടെ കയ്യിൽ 500 കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബില്ലും ഇല്ല, അമ്മരത് പോക്കറ്റ് വെച്ചെടുത്തിട്ട് പോയി. ഇപ്പോൾ മറ്റേ ദേഹത്ത് ചെക്ക് ചെയ്യുന്ന പെട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരുടെയൊക്കെ ദേഹത്ത് മറ്റേ ഒരു ക്യാമറ പോലെ സാധനം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അവർ എന്താക്കും, റെസിപ്റ്റ് തരും. മര്യാദയ്ക്ക് നമ്മളോട് പെരുമാറും. വേറെ കലിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫൈൻ അടിക്കുക, പോവുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞിടയ്ക്കൊക്കെ എന്നെ പിടിച്ചിരുന്നു ഹെൽമെറ്റ് ഇല്ലാത്തതിന്. അപ്പോൾ 500 രൂപ, 2 പേര് ഹെൽമെറ്റ് ഇല്ല, 1000 രൂപ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ കഞ്ചിയപ്പം എന്താക്കി 500 രൂപയിൽ ഒതുക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങൾ. ഞാൻ ഇനി ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ടേ ഇവിടെ CNG അടിക്കാൻ വന്നത് കേട്ടോ. CNG അടിക്കാൻ അത്യാവശ്യം ചെറിയ എത്ര ലൈനുണ്ട്, ഇത്രേ ഉള്ളൂ. സാധാരണ ഇത് ഒത്തിരി കൂടുതൽ വരുന്നതാണ്. അപ്പോൾ എത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ CNG അടിക്കലാണ്. ഇതിനാട്ടോ അടിക്കുന്നത്, ഗെയിലിൻ്റെ CNG. എൻജിൻ ഓയിലിന് പ്രഷർ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാട്ടോ CNG അടിക്കൽ. ഇത് നമ്മുടെ പെട്രോൾ അടിക്കാനുള്ള ക്യാപ്പ്, അപ്പുറത്ത് CNG അടിക്കാനുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ KR പുരത്താട്ടോ ഇപ്പോൾ ഉള്ള മേളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ അടിക്കട്ടെ കേസ്. അങ്ങനെ നമ്മൾ കുറേ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ രാമേശ്വരം കഫേ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. ഇവിടെ രാത്രി നമ്മുടെ ഇപ്പോൾ 11:45 ഒരു തിരക്കാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഇത് അത്യാവശ്യം ഫേമസ് റെസ്റ്റോറൻറ്റ് ഇത് ഹോട്ടലായത് കാരണം അത്യാവശ്യം ഭയങ്കര തിരക്കാണ്. വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കഴിക്കാമെന്ന് അറിഞ്ഞൂടെ കേസ്. സംഭവം ഇതാ കേട്ടോ ഹോട്ടലിലെ അവസ്ഥ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചുതരാം കേട്ടോ. എൻ്റെ കിച്ചൺ നമുക്ക് പുറത്തുനിന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തത്. ആ കാണുന്ന സാധനത്തിലാണ് കേസ് ഇവർ ഇഡ്ഡലി ഉണ്ടാക്കലാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. ഇവിടെ എല്ലാത്തിലും വലിച്ചു വാരി ഗീ ഒഴിക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതിലാണ് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഓർഡർ ചെയ്ത മറ്റേ ചെറിയ ബട്ടൺ പോലത്തെ ഇഡ്ഡലി അങ്ങനെയാന്ന് തോന്നുന്നു പറയാം. അപ്പോൾ ആ സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. പുള്ളി എനിക്കാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ടോക്കൺ നമ്പർ മറന്നു പോയല്ലോ കേസ്, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇങ്ങനെ കേട്ടോ, കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗൈസ് ഇതാണ് കേട്ടോ. എൻ്റെ ഇതാണ് എൻ്റെ ഇഡ്ഡലി. ഉണ്ട് ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, അപ്പോൾ അടി കെട്ടിയിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ഇതാ കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ള സാധനം. ഇത് നമ്മൾ ബട്ടർ ഇഡ്ഡലി എന്നാണ് ഇവിടെ പറയുക. ഇതിനകത്ത് കുറേ ഗീ ഒഴിച്ചിട്ടുണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സംഭവം സൂപ്പർ സാധനമാണെന്നാണ് നമ്മൾ കേട്ടത്. എന്താണെങ്കിലും കഴിച്ചു നോക്കട്ടെ. ഇതാണ് സാധനം. പിന്നെ ഇവിടെ ഇരിക്കാനൊന്നും ഇടയില്ല. നമ്മളിങ്ങനെ ചെറിയ സ്ഥലത്ത് ഇരിക്കണം. ഇതിനാണ് എല്ലാവരും ഇരിക്കുക. ഇരിക്കാനിടയിൽ കാര്യങ്ങളല്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കഴിക്കണം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ കിച്ചൺ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡും കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണെങ്കിലും നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകുക. കൂടുതലായി കഴിഞ്ഞാൽ ഓവറാകത്തില്ല. ഇന്നിപ്പോൾ നമ്മൾ മൊത്തം 9 ട്രിപ്പ് എടുത്തു. 9 ട്രിപ്പ് മതി. ബാക്കി ഇനിയിപ്പോൾ നാളെ നോക്കാം. നമ്മൾ ലേറ്റായിട്ടായിരുന്നു ഇറങ്ങിയത്. നാളെ ഇനിയിപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങാം. അപ്പം ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ റൂമിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം.
ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ റൂമിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇതുവരെ ഒരു 9 ട്രിപ്പാണ് എടുത്തത്. ഒരു 10 ട്രിപ്പിൽ കൂടുതൽ ഒരു ദിവസം എടുക്കണം. ഇതിലിപ്പം കുഴപ്പമില്ല. ഇന്നിപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടായിരുന്നു ഇറങ്ങിയത്. എനിക്ക് ഇനിയിപ്പോൾ ഒരു 2-3 ട്രിപ്പും കൂടെ എടുക്കാനുള്ളൊരു മൂഡുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാത്രിയിൽ ഒടുക്കലത്തെ എനർജിയാണ് ഗൈസ്. പക്ഷേ രാവിലെ നേരെ തിരിച്ചും. രാവിലെ എനിക്ക് എണ്ണീച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ രാത്രി ഞാൻ വേണമെങ്കിൽ മൂടായിട്ട് 12 മണി 1 മണി 2 മണി വരെ പണിയെടുക്കും. അത് പ്രശ്നമില്ല. രാവിലെ പണിയെടുക്കുമ്പോൾ മടിയാണ്. രാത്രിയിൽ ആ പ്രശ്നമില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം എന്താണെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടിട്ടിട്ട് ഒരു 10 മണി വരെ കിടന്നുറങ്ങുക. 10 മണിയാകുമ്പോൾ വണ്ടി എടുത്തിറങ്ങുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാന്. നമുക്ക് നാളെ നോക്കാം. ഒരാഴ്ച ഒന്ന് ഓടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ നാക്കാവുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും അവസ്ഥയെന്ന്. പിന്നെ നമ്മളിപ്പോൾ എന്താണെങ്കിലും രാമേശ്വരം കഫേന്ന് ഇഡലി, അതിന് പറയുന്നത് എന്തായിരുന്നു, ബട്ടൺ ഇഡലി എന്നാണ് കേട്ടോ. നിങ്ങൾ രാമേശ്വരം കഫേയിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് അവിടെ ഗീ പൊടി ഇഡലി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വിഷയ സാധനമാണ്. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞാനത് നേരത്തെ അത് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിപ്പോൾ കഴിച്ചില്ല. അവിടെ എല്ലാത്തിലും ഒരു ഗീ വെച്ച് അലക്കി വിടും. അവിടുത്തെ ഗീ പൊടി ഇഡലി ഇപ്പോൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ രാമേശ്വരം കഫേ കയറുമ്പോൾ ഗീ പൊടി ഇഡലി കഴിക്കുക. സംഭവം 80 രൂപ എന്തോ വിലയുണ്ട്. പക്ഷെങ്കിൽ അത് പൊളി സാധനമാണ്. ഗീ അവർ അതിൻ്റെ അകത്തിൽ അങ്ങ് ചാമ്പി വിട്ടേക്കുവാ. ഗൈസ് നമ്മൾ മാർത്തഹള്ളി അടുത്തെത്തി. നമുക്ക് വേണം ഇനിയും ചവിട്ട് വിടാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാപ്പിട്ട് പോയി കഴിഞ്ഞാലേ ഇവിടെ പല സമയത്തും പല റോഡാണ്. ചിലപ്പോൾ മാപ്പിട്ടില്ലെങ്കിൽ നമ്മൾ ബ്ലോക്കുള്ള റോഡിൽ ചെന്ന് കയറി കൊടുക്കും. മാപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ഇനി നമുക്ക് മാപ്പിൻ്റെ ആവശ്യമില്ല. വേണ്ട, പോട്ടവില്ലേ. മാപ്പിൻ്റെ ആവശ്യമില്ല. വഴി അറിയാമല്ലോ, പിന്നെന്തിന് മാപ്പ്. നമ്മുടെ റൂമിൽ ഇനി ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഓക്കെ ഗൈസ്. അപ്പം ഞാനിനിയേ റൂമിലെത്തിയിട്ട് ബാക്കി കഥകൾ പറയാം. ഒത്തിരി കഥകൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ മടുപ്പിക്കത്തില്ല. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ കാണും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറേജ് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ടാക്സിയുടെ കണ്ടൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ നാക്ക് വിട്ടിരിക്കലാണ്. അപ്പം ഇനിയിപ്പോൾ ഒരു 2-3 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ പവറിൽ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ പെടപ്പ് സാധനം ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രയൊക്കെയായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിലും റൂം എത്തട്ടെ.